എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിപ്പം പുറത്ത് പോവാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പം മൂവാറ്റുപുഴ വരെ പോവാണ്. അപ്പോൾ കുറച്ച് ചെറിയൊരു പർച്ചേസിങ്ങിന് പോവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കോളേജിൽ നിന്ന് പോവാണ്. അപ്പോൾ ഇന്ന് ഇവിടെ അഡ്മിഷൻ നടന്നുകൊടുക്കുകയാണ്. കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സൊക്കെ വരാനായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ ഭയങ്കര പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് അലുമിനിയം മീറ്റൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുട്ടും പാട്ടൊക്കെ കേട്ടിരുന്നു. രാവിലെ മുട്ടും പാട്ടൊക്കെ ഇങ്ങനെ സൗണ്ട് റെഡിയാക്കണൊക്കെ കേട്ടിരുന്നു. അപ്പം ഞാനിപ്പോൾ എന്തായാലും പുറത്ത് പോയിക്കോട്ടെ. എനിക്ക് തോന്നണത് ഈ പരിപാടി വൈകുന്നേരമായിരിക്കും. ഇപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ കാര്യമാണ്, ആൾക്കാരൊന്നുമില്ല. ഇവിടെ കുറച്ച് വണ്ടികളും പിന്നെ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ അഡ്മിഷൻ എടുക്കാൻ വന്ന ആൾക്കാർ കുറേ ഉണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ച് കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഉച്ചക്ക് ഇപ്പോൾ കണ്ടില്ല, ഞങ്ങൾ ചോറും സാമ്പാറും ഒക്കെ ആയിട്ടാണ് നമ്മൾ കഴിച്ച് കൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ തന്നെയാണ്. പിന്നെ ഹോസ്റ്റലും നല്ല കുഴപ്പമില്ലാത്ത ഹോസ്റ്റലൊക്കെ തന്നെ. ഇത് ഇവിടുത്തെ R&D ബ്ലോക്ക് എന്ന് പറയും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബ്ലോക്ക്, റിസർച്ച് സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതാണ് R&D ബ്ലോക്ക് എന്നൊക്കെ പറയും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടല്ല, നമ്മൾ സ്റ്റാർട്ടപ്പ് കൊടുങ്ങട്ടെ കമ്പനികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സഹായങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ട ആ ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ കാണിച്ചു നോക്കും. ഇത് അത്യാവശ്യം വലിയ ക്യാമ്പസൊക്കെ തന്നെയാണ്. തോന്നുന്നത് 25 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഈ കോളേജ് ഉള്ളത്. അതല്ല നിങ്ങൾ ഇവിടുന്ന് തന്നെ കണ്ടമാനം നടക്കാണ്ട് മേലെ. പിന്നെ ഹോസ്റ്റലിൻ്റെ വഴി ഞങ്ങൾ കണ്ടില്ലേ. പിന്നെ കുറച്ച് മുകളിൽ കയറി. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു വലിയ ക്യാമ്പസാണ്. പിന്നെ ഈ ഒരു നാട്ടിൽ ഏറ്റവും നല്ല ഒരു പേരുള്ള കോളേജ് തന്നെ ഈ നാട്ടിൽ. പിന്നെ കേരളത്തിൽ ഇപ്പോൾ വിജയശതമാനം അത്യാവശ്യം നല്ല വിജയശതമാനമൊക്കെ ഉള്ള കോളേജ് തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ എന്താണ് ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു പൈനാപ്പിൾ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഈ മൂവാറ്റുപുഴയിലുള്ള വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. പണ്ട് ആ വണ്ടിയിലൊക്കെ പൈനാപ്പിളാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കട, ഇപ്പോൾ 2-3 കടകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കട ഉണ്ട്, ഈ സൈഡിൽ ഒരു കട ഉണ്ട്, അങ്ങേ പുറത്ത് ഒന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒന്നുണ്ട്. ഏതെങ്കിലും ഒരു കടയിൽ കയറട്ടെ. ഞാനിവിടെ ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. ഇതൊന്നല്ല ഞാനത്തെ ഡ്രസ്സ് കണ്ടപ്പോൾ ഒരു ഡ്രസ്സ് പക്ഷെ വാങ്ങിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങി, ടീഷർട്ടൊക്കെ വാങ്ങി. ഈ സ്ഥലത്തിന് പറഞ്ഞ പേര് PO ജംഗ്ഷൻ ആണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ ആണ് ഈ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ പോയി വന്നു, ഇപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങി വന്നു. എന്നിട്ട് അപ്പോൾ കോമഡി എന്താ വെച്ചാൽ, ഞാൻ ബസ്സിന് ഇങ്ങോട്ട് വന്നപ്പോഴേ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റോപ്പ് ഇവിടെ കണ്ടും ചെയ്തതിന്, പക്ഷേ ഞാനിങ്ങനെ നോക്കിക്കാണ്. പിന്നെയാണ് മനസ്സിലായത് ഇത് കോളേജിൻ്റെ ഇവിടെ ഉണ്ടതിന് അപ്പുറത്തെ സ്റ്റോപ്പ്. ഞാൻ വിചാരിച്ചു കോളേജിൻ്റെ ഈ മുന്നിലേ ഞാൻ പോയിട്ട് ഞാൻ അവിടെ ബാക്കിൽ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അത് കാണുന്നുണ്ടോ? അവിടെ ഒരു മുന്നിൽ അവിടെ ഒരു സ്റ്റോപ്പ്. അവിടെയാണ് ഈ പ്രൈവറ്റ് ബസ് ഇറക്കുക. അപ്പോൾ ഞാൻ പ്രൈവറ്റിൽ കയറിയത്, പിന്നെ ഒരൊറ്റ ചാടി. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ കോളേജിനുള്ളിൽ കയറി. ഇപ്പോൾ കോളേജിലെത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചായ കുടിക്കാൻ പോകണം. അപ്പോൾ ഈ 4 മണി സമയമായി, 4:15. അത് ഞായറാഴ്ച ദിവസം ആകുമ്പോൾ 4 മണിക്കൊക്കെ നമ്മൾ, ശനി ഞായറൊക്കെ ആകുമ്പോൾ 4 മണിക്കായിരിക്കും നമ്മൾ ചായ കുടിക്കാൻ പോവുക. അതായത് ഒരു 15 മിനിറ്റ് നേരത്തെ വരും. പിന്നെ അല്ലാത്ത ദിവസമൊക്കെ 4:15 ചായ കുടിക്കാം, 12:45 ചോറുന്ന, ഒഴിവുള്ള ദിവസം 12:30 ചോറുന്നു. അങ്ങനെയൊക്കെ
ഇവിടെ ഇന്ന് അലുമിനിയം മീറ്റ് പറഞ്ഞിട്ട് ഒറ്റ ആളെ കാണാനില്ല. ഭയങ്കര അലുമിനിയം മീറ്റ് പറഞ്ഞാൽ അലുമിനിയം മീറ്റ് അവിടെ കാണില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് രാത്രി പരിപാടി ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. രാത്രി വൈകുന്നേരത്തിന് ശേഷമാണ് തുറന്നത്. തെറ്റില്ലാത്ത പരിപാടി, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ നിൽക്കുന്നതാണ് കുറച്ച് ആൾക്കാർ. അവിടെ എന്തൊക്കെയോ ഓഡിറ്റോറിയത്തിനുള്ളിൽ എന്തോ സ്ക്രീനൊക്കെ ഓണാക്കി. എനിക്കിപ്പോൾ ഇനി നേരെ ഹോസ്റ്റലിൽ പോയിട്ട് ചായ കുടിക്കാം, പിന്നെ അലക്കാണ്ട് കുറച്ച് തിരുമ്പാണ്ട് കുറച്ച്. അപ്പോൾ ഞാനതൊക്കെ തിരുമ്പി ഇതാണല്ലോ നമ്മൾ ഹോസ്റ്റലിലൊക്കെ വന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് തിരുമ്പുക എല്ലാം നമ്മൾ സ്വന്തം. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കാണിച്ചത് കുറച്ച് ആൾക്കാരുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞത്. അതിലേക്ക് വന്നാൽ ഇവിടുത്തെ സാറുമാർ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, പഠിപ്പിക്കുന്ന സാറുമാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എന്നെ പഠിപ്പിക്കുന്ന സാറുമാരല്ല, ഇവിടെ കണ്ടിട്ടുള്ള ഇവിടെയുള്ള സാറുമാർ. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആയിക്കോട്ടെ, ബൈ.